പിള്ളേരെ, ഇദ്ദേഹം നമ്മുടെ സ്കൂളിന്റെ പഴയ ഒരു മാഷാണ്. ഫുർഫുറി നഗറിലേക്ക് എന്തോ ഒരു കാര്യമായിട്ട് വന്നതാ. അപ്പൊ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്, ഒരു ദിവസം ഇദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ടായാൽ അപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അത്ര. ശരി, എല്ലാവരും മാഷിനോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് കുട്ടികളെ. എന്റെ മാഷ് എത്ര നാള് കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വരുന്നേ? ഇവിടെ വേറെ കുട്ടികളുണ്ട് അങ്ങയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. മാഷ് പെർമിഷൻ തരികയാണെങ്കിൽ ഞാൻ അവരെ കൂടെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ. കുട്ടികളെ സംബന്ധിച്ചോളം പഠിക്കുന്ന കാര്യത്തിൽ അവരെ തടയാൻ പാടുകയില്ല. എങ്കിൽ വരൂ കുട്ടികളെ. മാസ്റ്റർ സാർ, ഞങ്ങളെ സാറിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സാറിന് സുഖമാണോ? അതിനിപ്പോ നിങ്ങൾ എല്ലാവരും വന്നില്ലേ? ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ല. ഇനി എന്താ സംഭവിക്കുന്നത് ആർക്കറിയാം. മാസ്റ്റർ, നിങ്ങൾ ഈ സ്കൂളിൽ പുതിയതായി ക്ലാസ് എടുക്കാൻ വന്നതാണെന്ന് കേട്ടു. അതുകൊണ്ടാ ഞങ്ങള് വേഗം വന്നത്. പഴയ കാലമൊക്കെ ഒന്ന് ഓർക്കാന്ന് പറഞ്ഞ് വന്നതാ. ശരി ശരി, ഇരിക്കുന്നേ. മാസ്റ്റർ സാർ, ഞങ്ങൾ പുറകിൽ ഇരുന്നോളാം. ഇരിക്കൂ. ചെറുപ്രായത്തിലും പുറകിലല്ല ഇരുന്നിരുന്നത്. ശരി കുട്ടികളെ, ആരാ എനിക്കൊരു നല്ല പോയം പറയാ? നീ പറ. മലയിലേക്ക് പോയി കുളത്തിൽ നിന്ന് വെള്ളമെടുത്തു. മലയ്ക്ക് വീഴുമ്പോൾ കാല് വഴുതി രണ്ടുപേരും താഴേക്ക് വീണു. മാസ്റ്റർ സാർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇത്രയും സിമ്പിൾ പോയതിൽ എന്താണ് സംശയം? ശരി ചോദിക്കാം. ജാക്കും ജില്ലും മലയുടെ മുകളിൽ എന്തിനാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയത്? വെള്ളം അവർക്ക് താഴെ എടുക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ആവശ്യമില്ലാതെ മുകളിൽ നിന്ന് അവർ താഴെ വീഴ്ന്നു വന്നത്. മലയുടെ താഴെയാണെങ്കിൽ ആറുണ്ടായിരുന്നു, കുളം ഉണ്ടായിരുന്നു. എന്തിനാ പൈപ്പിൽ കൂടി വെള്ളം കിട്ടുമായിരുന്നല്ലോ. ഒന്നും മിണ്ടാതിരിക്കുക മോട്ടോ. ഇനിയും മാറിയിട്ടില്ലല്ലേ? പുറത്തു പോയി കോഴിനെ പോലെ ഇരിക്കേ. പക്ഷെ മാസ്റ്റർ, മോട്ട് ചോദിച്ച ചോദ്യം ന്യായമല്ലേ? അവർ രണ്ടുപേരും മലയ്ക്ക് മുകളിൽ പോയി വെള്ളമെടുക്കേണ്ട ആവശ്യം എന്താ? പത്തിലോ, നീയും മാറിയിട്ടില്ല. ചെറുപ്രായത്തിൽ നീ അവനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇപ്പോഴും നീ അവനോട് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. പുറത്തേക്ക് പോ. നീയും പോയി കോഴിനെ പോലെ ഇരിക്കുക. ജക്ക, സിംഹം എല്ലാരും പോയി കോഴിനെ പോലെ ഇരിക്കുക. എനിക്കറിയാം, ഇപ്പൊ ഒന്നും ചെയ്തില്ല. പിന്നെ എന്തെങ്കിലും ചെയ്താലോ? പുറത്തേക്ക് പോകാൻ ഞാൻ വന്ന് പറയുന്നവരെ നിങ്ങൾ എണീക്കാൻ പാടില്ല. ഇത് ഇവിടുത്തെ ന്യായ. തെറ്റ് ചെയ്തത് മോട്ടവും പത്രവും. പക്ഷെ ഇവർക്ക് വേണ്ടി നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നോല്ലേ? ഇത് എന്ത് ചെയ്യണോ? സാറിന്റെ ടിഫിൻ ബോക്സ് എടുത്തോണ്ട് ജോൺ സാർ ഓടി പോകുന്നു. വരൂ, നമുക്ക് അവനെ പോയി പിടിക്കാം. കോഴി പോകുന്നത് പോലെ തന്നെ പോയി ഇവനെ പിടിക്കാം. കോഴി കൊത്തുന്നത് പോലെ ഇവനെ കൊത്തി കൊത്തി മുറിവേൽപ്പിക്കാം. അതെ ജോൺ, മര്യാദയ്ക്ക് മാസ്റ്ററിന്റെ ടിഫിൻ ബോക്സ് ഒക്കെ തന്നേക്കേ. അയ്യോ വേണ്ട, പ്ലീസ് ചെയ്യില്ലേ. അയ്യോ വേണ്ട, പ്ലീസ്, ഞാനിനി ചെയ്യില്ല. എന്റെ അമ്മോ, ഇവരെ ഡോൺ ആകണം പോലെ. എന്നാ ഇപ്പൊ തന്നെ ഇവരെ ഡോൺ ആക്കാം നമുക്ക്. അയ്യോ വേണ്ട. ഞാൻ വെറുതെ തമാശക്ക് ചെയ്തതാണേ. അയ്യോ സോറി. എന്നെ ചെയ്യല്ലേ. ആരും അവിടെ ശബ്ദം ഉണ്ടാക്കുന്നത്? എല്ലാരും നിർത്തുന്നുണ്ടോ? ഇവിടെ എന്താണ് നടക്കുന്നത്? മാസ്റ്റർ, നിങ്ങളുടെ ടിഫിൻ ബോക്സ് ഈ ജോൺ മോഷ്ടിക്കാൻ നോക്കി. നീ നന്നാവുകയല്ലേ? ചെറുപ്പത്തിൽ നീ ടിഫിൻ ബോക്സ് എടുത്തിട്ട് ഇങ്ങനെ ഓടുമായിരുന്നു. ഇപ്പോഴും നീ അതേപോലെയാണ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും എന്തിനാ അവനെ കോഴിനെ പോലെ തന്നെ അടിക്കുന്നത്? നിങ്ങൾക്കെല്ലാം വല്ലതും പറ്റിയാലോ? എഴുന്നേക്ക്. എന്താ സാറിന് സാറിനെ പറഞ്ഞാൽ ഞങ്ങളുടെ കോഴിയെ പോലെ നിൽക്കാനായിട്ട്? സാറിന് അനുവാദമില്ലാതെ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും? പറ സാറേ. അതെ മാസ്റ്റർ സാറേ. ശരി ശരി, ക്ലാസ്സിന്റെ അകത്തേക്ക് പോകും.
ഇപ്പൊ നമ്മൾ മാത്സ് പഠിക്കാൻ പോവുകയാണ്. കുട്ടികളെ പറയൂ, 1+1 എത്രയാണ്? അത് ശരിയല്ല മാസ്റ്റർ. ഇല്ലെന്നോ? അപ്പൊ നിന്റെ കണക്ക് പ്രകാരം ഉത്തരം എന്താണെന്ന് പറയേ. ഇവിടേക്ക് വന്ന് പറയാ. വന്നു കഴിഞ്ഞു മാസ്റ്റർ. ഒന്നൊന്നും ചേർന്നാൽ 11. മോട്ടു, നീയില്ലേ ചെറുപ്രായത്തിൽ എങ്ങനെയുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും. ഇപ്പോഴേക്കും നന്നായിക്കൂടെ? പക്ഷേ മാസ്റ്റർ, നീ വായടങ്ങി മതിലോ, ഒന്നും മിണ്ടി പോരുത്. നിനക്കെന്താ ബുദ്ധിച്ചരിയാണെന്ന് വിചാരാണോ? ഇപ്പൊ പറയേ, 1 - 1 1 - 1 എന്താണെന്ന് എഴുതി കാണിക്ക. 1 - 1 = h. യാതിന്റെ വെറുതെ വിടില്ല. പുറത്തേക്ക് പോ മോട്ടു. മാസ്റ്റർ പറയുന്നൊന്ന് കേക്കോ. മോട്ട് പത്തിലോ, നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോ. ഒരു ഒറ്റക്കാലം നിൽക്ക്. നിങ്ങൾ 3 പേര് എങ്ങോട്ടേക്കാ പോകുന്നേ? അത് പിന്നെ പറയണോ? മാസ്റ്റർ എന്തായാലും ഞങ്ങളോട് പുറത്തേക്ക് പോകാൻ പറയൂല്ലോ. അതിന് മുമ്പ് ഞങ്ങളെ പോയേക്കാം. വേഗം പോ. നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവര് ആരും പഠിക്കാൻ പോകുന്നില്ല. ഇത്രയാണ് വീഡിയോ. അയ്യോ ലബോറട്ടറി ബൈ. അയ്യോ അകത്ത് കുട്ടികളുണ്ട്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. വേഗം ഒന്ന് രക്ഷിക്കൂ. സമയം വളരെ കുറവാണ്.